നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനവും ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ ചടങ്ങ്. 1995 പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, 2014 RPWD ആക്ട് എന്നിവയിലെ വ്യവസ്ഥകൾ പ്രകാരം സർക്കാർ സർവീസുകൾ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിലും എയ്ഡഡ് സ്കൂളുകളിൽ ഇത് കൃത്യമായി പാലിക്കുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിന്യായങ്ങളുടെയും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുറവ് പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കുകയാണ്. ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 50ഓളം നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണം നിയമം സമയബന്ധമായി പൂർത്തിയാക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 23 ഒക്ടോബർ മാസം 30 ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിച്ച് 2025 മാർച്ച് 24 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി സെക്രട്ടറി തലം വരെയുള്ള ജില്ലാ സമിതികളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലാ സമിതികൾ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയും മാനേജ്മെന്റിൽ നേരിട്ടും 1500ഓളം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമനം നൽകിക്കഴിഞ്ഞുവെന്നതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ജില്ലാ സമിതികൾ മുഖേനയുള്ള ആദ്യഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട യോഗ്യരായ 450ഓളം ഉദ്യോഗാർത്ഥികൾക്ക് കൂടി നിയമന ശുപാർശ നൽകുവാൻ സാധിക്കുമെന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. അവശേഷിക്കുന്ന ഒഴിവുകൾ നികത്താനായി ഈ വർഷം തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുവാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകരുടെ ആശങ്കകളെ കുറിച്ചും എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നവരെ 2018 നവംബർ മാസം 18-നും 2021 നവംബർ മാസം 8-നും ഇടയിലെ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും അതിനുശേഷം ഉണ്ടാകുന്ന ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും നിയമനം നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. കോടതി വിധിക്ക് അനുസൃതമായി മാത്രമേ സർക്കാരിന്റെ ഉത്തരവുകൾ ഇറക്കുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇത്തരത്തിൽ പ്രൊഫഷണൽ ആയും ദിവസവേതന അടിസ്ഥാനത്തിലും നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് പെൻ നമ്പർ, ലീവ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, PF, സ്ഥാന കയറ്റം തുടങ്ങിയ സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് നിലവിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്ക് അവരുടെ നിയമന തീയതി മുതൽ തന്നെ ക്രമീകരണം നടത്തുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയിലുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഈ കേസ് 2025 ജനുവരി മാസം 27 കോടതിയിലെ പരിഗണനയ്ക്ക് വീണ്ടും വരുന്നുണ്ട്. അതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട താൽക്കാലിക ശമ്പള സ്കെയിൽ തുറന്നവർക്കും ദിവസവേതന അടിസ്ഥാനത്തിൽ തുറന്നവർക്കും, അതായത് ഏകദേശം 22,000ഓളം അധ്യാപകർക്ക് അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതിലേക്കായുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളിൽ തീർപ്പാക്കാൻ അവശേഷിക്കുന്ന നിയമന അംഗീകാര ഫയലുകൾ തീർപ്പാക്കുന്നതിനായി സംസ്ഥാനതല അദാലത്തുകൾ നടത്തി വരുന്നു. 3 അദാലത്താണ് സംസ്ഥാനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ 1ാമത്തെ അദാലത്താണ് തിരുവനന്തപുരം അദാലത്ത്. പരമാവധി ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. പരമാവധി സഹായം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് എല്ലാവർക്കും നീതി ഉറപ്പാക്കി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ എത്തിക്കുവാൻ നിങ്ങളുടെ കൂടി പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.